ഷോൺ ജോർജ്. അതായത് ഇത് പിണറായിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇന്ന് ഷോൺ ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു മറുപടി പറഞ്ഞു. നേരത്തെ അങ്ങ് അത് പറഞ്ഞു വന്നതുമാണ്. ചർച്ചയിലൊക്കെ ഇടതു സഹയാത്രികനായി ഇടതു നിരീക്ഷകനായി വന്നിരിക്കുന്ന റജി ലൂക്കോസ് സുരേഷ് ഗോപിയുടെ മുഖം കർത്താവിൻ്റേതായി മാറ്റി ചിത്രീകരിച്ച് ഒരു പോസ്റ്റ് ഇട്ടു. ഇതാണ് സംഘികളുടെ കർത്താവ്, സംഘിഭവനങ്ങളിലെ കർത്താവ് എന്ന് പറഞ്ഞ്. നോക്കൂ, ഒരിടത്ത് അവസാനിക്കാതെ ഇങ്ങനെ തുടരുന്ന ഒരു പ്രക്രിയയായി ഈ ആക്ഷേപിക്കൽ തുടരുന്നുവെങ്കിൽ അതിന് ബോധപൂർവമായ ഒരു ശ്രമമുണ്ടോ എന്ന് സംശയിക്കേണ്ടതില്ലേ? ഇവരെല്ലാം കഴിഞ്ഞ കുറെ കാലമായി ഈ അപമാനിക്കല് എന്നുള്ള ഉദ്ദേശത്തിനപ്പുറത്തേക്ക് പ്രീണനം എന്ന് പറയുന്ന, ഇവിടെ അപമാനിച്ചുകൊണ്ട് മറുവശത്ത് പ്രീണിപ്പിക്കുക എന്ന് പറയുന്ന വലിയ ഉദ്ദേശമാണ് ഇവരുടെ പുറകിലുള്ളത്. ഇന്ന് ഞാൻ സമയം അധികം ഞാൻ എടുക്കില്ലെങ്കിൽ പോലും ഒരു കാര്യം, എന്നെ ഇന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് കുവൈറ്റിൽ നിന്നും ഒരു സുഹൃത്ത്, കാഞ്ഞിരപ്പള്ളിക്കാരനായ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. എന്നെ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം എന്നെ വിളിച്ചിട്ട്, ഞാനൊരു മുസ്ലിം സഹോദരനാണ്, താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയേക്കുന്ന വാക്കുകൾ എന്നെ വേദനിപ്പിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ വിളിച്ചത്. ഞാൻ ആ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന് വേദനിക്കാനുണ്ടായ കാര്യം, ഒരു സമുദായത്തിലെ ചെറിയൊരു ശതമാനം വരുന്ന തീവ്രവാദികളെ സൂചിപ്പിക്കാൻ ഹമാസ് ഐക്യദാർഢ്യവും ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികളെ അധിക്ഷേപിക്കുന്നവർ പ്രശസ്തി പത്രങ്ങൾ നൽകി ആദരിക്കലും നടത്തിയപ്പോൾ ഒന്നും നിങ്ങൾ വിചാരിച്ചില്ല നസ്രാണികൾ ഇങ്ങനെ ഒരു പണി തരുമെന്ന് എന്ന് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. ഞാൻ പറയട്ടെ, ആ വ്യക്തി അദ്ദേഹത്തോട് ഞാൻ ഏറെക്കുറെ 10 മിനിറ്റോളം സംസാരിച്ചു. അദ്ദേഹം ഒരു മതേതരവാദിയാണ്. പക്ഷേ ഒരു സമുദായത്തിലെ നിസ്സാര ശതമാനത്തിൽപ്പെടുന്ന വിഘടനവാദികളും ഈ രാജ്യത്തിനെ സ്നേഹിക്കാത്തവരുമായ തീവ്രവാദികളുമായ ഒരു വിഭാഗം ആളുകളെ നമ്മൾ പരാമർശിക്കുമ്പോൾ ആ സമുദായത്തെ മുഴുവനാണ് അതിൽ പരാമർശിക്കുന്ന എന്ന ചിന്താഗതി ഒരു സമൂഹത്തിന് മുഴുവൻ കൊടുക്കാൻ കഴിയുന്ന ഇവിടുത്തെ തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ തീവ്രവാദ സമൂഹത്തിന് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഇത് വിപുലമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒരു വിഷയത്തിൽ ഒതുങ്ങുന്നതല്ല. ഇവിടെ പാലസ്തീൻ ഗാസയില് ഒരു ആക്രമണം ഉണ്ടായി. അവിടെ പാലസ്തീനിൽ കയറി ഒരു രാത്രി കൊണ്ട് 1200ഓളം ആളുകളെ കൊന്നൊടുക്കി. 1200ഓളം ആളുകളെ കൊന്നൊടുക്കുകയും ഗർഭസ്ഥ ശിശുവിനെ വയറുകീറി പുറത്തിട്ടി വെട്ടിക്കൊല്ലുന്ന സാഹചര്യം വരെ ഒരു രാത്രിയിൽ ഉണ്ടായിട്ട് അതിനെതിരെ ഇവിടെ ഒരു പ്രതിഷേധമില്ല. പിന്നീട് ഇസ്രായേൽ തിരിച്ച് ഗാസയിൽ ആക്രമണം നടത്തി. ഞാൻ അതിനെ എതിർക്കുന്നു. ഞാൻ നെഞ്ചത്ത് കൈവച്ച് പറയുന്നു, ഇവിടെ സ്ത്രീകളും കുട്ടികളും തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി അറിയുന്നതും യുദ്ധത്തെ നമ്മൾ എല്ലാവരും എതിർക്കേണ്ടത് തന്നെയാണ്. ഞാൻ അതിനെ എതിർക്കുന്നു. പക്ഷേ അവിടെ തിരിച്ച് ഇസ്രായേൽ യുദ്ധം ചെയ്യുമ്പോൾ മാത്രമല്ല പറയേണ്ടത്. അവിടെ ഹമാസ് തീവ്രവാദികൾ നടത്തിയ ശ്രമത്തെ, അവർ നടത്തിയ കൂട്ടക്കുരുതിയെ അപലപിച്ചതിന് ശേഷം വേണമായിരുന്നു ഹമാസിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിക്കാൻ. ഇവിടെ ഹമാസ് ലോകമെമ്പാടും തീവ്രവാദ സംഘടനയെന്ന് സൗദി പോലും വിശേഷിക്കുന്ന ഹമാസിന്റെ തീവ്രവാദ തലവനെ കോഴിക്കോട് ഓൺലൈൻ വെർച്വൽ ആയിട്ട് കോഴിക്കോട് സമ്മേളനത്തിൽ സംസാരിപ്പിച്ചു. രാജ്യവിരുദ്ധ കുറ്റത്തിന് കേസെടുക്കേണ്ടതാണ്. ഇന്ത്യ എടുത്തൊരു നിലപാടിന് വിരുദ്ധമായി ഇവിടെ ഹമാസ് ഭീകരനെ കേരളത്തിൽ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോകുന്നത്? ഏത് അവസ്ഥയിലാണ് പോകുന്നത്? ഈ പിണറായി തന്നെയാണ് പണ്ട്, ഈ പിണറായിയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബിയെ കൊണ്ടാണ് പണ്ട് രൂപത എന്ന് പറഞ്ഞാൽ രൂപത എന്ന് പറയുന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ, ആരോഗ്യ, സാംസ്കാരിക മേഖലയിൽ ക്രൈസ്തവ സമൂഹം നൽകിയിട്ടുള്ള സംഭാവനകളെല്ലാം ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് പിണറായിയും MA ബേബിക്ക് ചിന്തിക്കണം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു പിതാവിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചതാരാ? പിതാക്കന്മാരെ നികൃഷ്ടജീവി എന്ന് വിളിച്ച ഇതേ പിണറായിയാണ്. അപ്പൊ ഇതിനിടയിൽ അപമാനിക്കുന്നതിനൊപ്പം തന്നെ മറ്റൊരു വശത്തൂടെ ഒരു പ്രീണനവും കൊണ്ടുപോകുന്നു. ഇവിടുത്തെ പ്രശ്നം അതാണ്. നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം അതാണ്. ഇവിടെ ഇവിടെ മതേതരത്വം വിളമ്പുന്ന ഇവരാണ് ഏറ്റവും വലിയ വർഗീയവാദികൾ. 2016 മുതൽ പിണറായി ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രക്രിയ 2020-21 മുതൽ UDF-ഉം അത് അനുകരിക്കാൻ ശ്രമിക്കുന്നു. കാരണം ഈ പ്രീണനത്തിലൂടെ മാത്രം ഇവിടുത്തെ പോപ്പുലേഷനിൽ വന്നിട്ടുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം, ഒരു സമുദായത്തിന് പോപ്പുലേഷനിൽ വന്നിട്ടുള്ള ഗ്രോത്ത്, അതിവിടുത്തെ 2 പ്രബല മുന്നണികളെയും അന്തരാക്കിയിരിക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആവർത്തിക്കപ്പെടും.